അതെ ആ കാറുകാരന് കാശ് കൊടുത്താ? കാറുകാരന്റെ പൈസ കൊടുത്തിട്ടുണ്ട്, അതല്ല ടെൻഷൻ. 10:30 11:30 നടക്കാനുള്ള മൂത്രമല്ല മുഹൂർത്തം. ആ മുഹൂർത്തം അതിന് മുമ്പ് അവിടെ ചെല്ലണ്ടേ? അതെ, കൃത്യസമയത്ത് അവിടെ ചെല്ലണോട്ടാ. ആ പെണ്ണിന്റെ അച്ഛൻ ഭയങ്കര കണിച്ചക്കാരനാ. അയാൾ ഇന്നലെ എന്നെ രാത്രി 3 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ടായത്. കൃത്യസമയത്ത് എത്രയും മോനെ എന്ന് പറഞ്ഞ് ഞാൻ എത്തിക്കൊള്ളാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും എത്തൂന്ന്. അതെ, ഈ വള്ളക്കാരന്റെ കെട്ടിയോനെന്തടി? അല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ തൊഴാൻ വേണ്ടി ഞങ്ങൾ എന്റെ കൂടെ കയറിയത്. അപ്പൊ തൊഴുത് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഒരേ ഒരു അളിയന്റെ കല്യാണമല്ലേ, ഞാനൊരു നേർച്ചയും കൂടെ ഉണ്ട്, അതുകൂടി ഇട്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്റെ പേസിൽ നിന്ന് പൈസ എടുത്തോണ്ട് അങ്ങ് പോയി. എത്ര രൂപ എടുത്തായിരുന്നു? 800 രൂപ. അപ്പം ഏതോ കുറഞ്ഞ ഒരു ചാത്തൻ സാധനം മേടിച്ചടിക്കും. അല്ല, ചാത്തന്റെ അവിടെ എന്തോ പൂജയെന്നാ പറഞ്ഞത്. അളിയന്റെ സ്വഭാവം പറഞ്ഞൂടെ? പുള്ളി വെള്ളമടിക്കാൻ വേണ്ടിയാണ് കാശ് മേടിച്ചത്. എന്തായാലും എന്റെ ചേട്ടൻ ഇന്ന് കുടിക്കത്തില്ല, ഉറപ്പായിട്ട് കൂടി. നിന്റെ കല്യാണത്തിന് അദ്ദേഹം കുടിക്കത്തില്ല. ദേവൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ ദേവൻ. നല്ലൊരു കാര്യം നടക്കുമ്പോഴാണ് ഇങ്ങനെ അടിച്ചു പൂസായിട്ട് 4 കാലം വന്നത്. ആര് പറഞ്ഞു നല്ല കാര്യം നടക്കണമെന്ന്? പിന്നെ 48 വയസ്സായിട്ട് പെണ്ണ് കണ്ട് ഒരു പെണ്ണും കിട്ടാത്തവൻ കല്യാണം കഴിക്കാൻ പോണെന്നാണോ നല്ല കാര്യം? അക്കരെ കേക്കൊന്ന് 48 വയസ്സെന്നൊക്കെ പറയുന്നത് 40 വയസ്സെന്ന് ഞാൻ പറഞ്ഞേക്കണത്. നിങ്ങൾ എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ടല്ലേ കുടിച്ചത്? നാണം കെടുത്താനല്ല കുടിച്ചത്. പിന്നെ എന്തിനാ നിങ്ങൾ കുടിച്ചത്? എനിക്ക് ഫിറ്റ് ആവാൻ വേണ്ടിട്ട് ഞാൻ കുടിച്ചത്. നിനക്ക് നാണം കെടുത്താണ്ട് ഞാൻ നിന്നെ കാശ് കൊടുത്ത് വെള്ളം കുടിക്കണേ? അളിയൻ എന്നെ കുറിച്ച് ഓർത്തോ? എന്റെ കല്യാണത്തെ കുറിച്ച് ഓർത്തോ? അളിയൻ എന്തിനാ അളിയ ഇങ്ങനെ കുടിക്കുന്നത്? നിന്നെ കുറിച്ച് ഞാൻ ഓർത്തു, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്. ഇനിയും കുടിക്കും. ഇതാരുടെ പേര്? നീ എന്ത് പരിപാടിയാണ് കാണിക്കണം? 10:30 11:30 മുഹൂർത്താണോ? നമുക്കവിടെ ചെല്ലണ്ടേ, കാര്യങ്ങൾ നടക്കണ്ടേ? അതിന് നമ്മളൊന്നും വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും നടക്കാനില്ല. ഒരു ദൈവം തമ്പുരാൻ വിചാരിക്കണോ? ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഇവിടെ ഒന്നും നടക്കില്ല. പിന്നെ നീ വിചാരിക്കണോ? ഇടവേ അങ്ങോട്ട് നമ്മളൊക്കെ എത്തണ്ട അമ്മാവാ. അങ്ങോട്ട് എത്തണോ? അതിന് തോണിക്കാരൻ വിചാരിച്ചെങ്കിൽ മാത്രമേ. നമ്മുടെ ഈ വള്ളക്കാരനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? തോണിക്കാരനെ. വള്ളക്കാരൻ നമ്പറൊന്നുമില്ല. ഇപ്പൊ രണ്ടും അടിച്ചിട്ട് ഉറങ്ങാൻ അറിയത്തില്ല. ഒരു കാര്യം ചെയ്യ്, വേണ്ട എവിടെ നിന്നൊന്ന് കൂവിയാൽ മതി, കക്ഷി വരും. ഊണോ? എന്തോ കൂവുമ്പോ ഒരു മര്യാദക്ക് കൂവണ്ടേ? ഒരു താളവും ഒരു രാഗവും ഭാവവും ഒക്കെ വേണ്ടേ കൂവുന്നേ? ഞാനൊരു കാര്യം, വരുന്നത് വള്ളക്കാരനല്ല, അല്ലാതെ കൈതപ്പുറമൊന്നുമല്ലോ. ഞാൻ കൂവിത്തരാം. ഓ, ആരോഹണം അവരോഹണം. നീ ഇന്ത്യക്ക് വേണ്ടി 2020 കളിക്കാൻ വന്നാണോ വള്ളം തുഴയാൻ വന്നതാണോ? അതല്ലെന്ന് തുഴക്കൊരു വളമുണ്ട്, അത് നേരെ ആക്കുവന്ന്. ഓക്കെ സതീശ, സമയമായോ? അതെ, 10:30 11:30 നടക്കാണ് അവിടെ മുഹൂർത്തം. 10 മണിയാവുന്നു. എടാ പാടാ. ഹലോ, എല്ലാരും കൂടെ വലിഞ്ഞു കയറാൻ നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ സാധനമാണോ? നിനക്ക് പുളിങ്കൂരും ആട്ടിൻകാട്ടമാണോ വരുന്നേ? 4 പേർക്ക് അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. മുഹൂർത്താണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജീവൻ പണയം വെച്ചുള്ള കളിയാ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാ എല്ലാരും വെള്ളത്തിൽ പോകും. അതുകൊണ്ട് കിടന്ന് കുലുങ്ങാനോ ആളാനോ നിൽക്കരുത്. ഒരു കാര്യമാണ്, 5 വർഷത്തിനുള്ളിൽ നിന്റെ കഞ്ഞൂടി ഞാൻ മുട്ടിക്കും ഞാൻ. എന്താ 5 വർഷത്തിനുള്ളിൽ ഇവിടെ പാലം വരും. അടുത്ത രാഷ്ട്രീയം മാറുമ്പം നീ പാലം വന്നിട്ട് കെട്ടിയാൽ മതിയാ. നീ അവരേക്ക് കൊണ്ടുപോകാൻ പറ്റും. മുഹൂർത്തം കഴിയോടെ എനിക്ക് അക്കരെ ചെല്ലണോ? ഇടയ്ക്ക് എന്താണ് അതിന്റെ പ്രശ്നം? നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ വളർത്തി കയറണം. നമ്മൾ കേൾക്കണം, നിങ്ങൾ മുതലാളിയാണോ? മുഹൂർത്തം കഴിയുമെന്ന്. 10:30 മുഹൂർത്താണോ? ഞാൻ ഉണ്ടാക്കും, ഇനിയും ഞാൻ പ്രശ്നം ഉണ്ടാക്കും. വിഷയം ഉണ്ടാക്കരുത്, പോവാം നമുക്ക്. തുഴയെടുക്കത്തില്ലേ? തതിക്കരുത്, ഞാൻ കാല് പിടിക്കാം സുരേഷ്. അവനെ കയറ്റാൻ പറ്റത്തില്ല. ഞാനാണോ നിന്റെ അളിയൻ, അവനാണോ നിന്റെ അളിയൻ? അളിയന്റെ വഴിക്ക് പോളിയാ. എന്റെ പുറകെ വന്നെ നിങ്ങളെല്ലാവരും, അല്ലാണ്ട് അവന്റെ പുറകെയല്ല പോകുന്നത്. എനിക്ക് മുഹൂർത്തത്തിന് മുമ്പ് എനിക്ക് അക്കരെ ചെല്ലണോന്ന്. നീ വന്നേ, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞാണ് എന്റെ മകളെ കേട്ട പറഞ്ഞാണോ? എന്റെ അമ്മാവൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ അമ്മാവനായിരുന്നു ഈ ബന്ധത്തിന് ഇഷ്ടമല്ലാത്തത്. ഞാൻ പെയിന്റിംഗ് പണിക്കാരനാണ്, എനിക്ക് സ്റ്റാറ്റസിൽ നിന്നാണ് അമ്മാവനെന്ന് ഓർത്തത്. ഇപ്പൊ എനിക്ക് ഒരു ജോലി, സർക്കാർ ജോലി ആയപ്പോ മോളക്കെട്ടൊക്കെ അവള് കല്യാണം കഴിച്ചപ്പോ 2 കുട്ടികളായി.
അവള് ബന്ധം പിരിച്ച് വീട്ടിലേക്ക് എഴുന്നേരുതി ഞാൻ അവളെ കെട്ടണോ? എടാ നീ വയലന്റ് ആകാതെ ഞാൻ ഇപ്പോഴും പറയുന്നു നീ എന്റെ പോലെ കല്യാണം കഴിക്കും. സത്യവാ, എനിക്ക് അയാളുടെ കൂടെയുള്ള ജീവിതവും താല്പര്യമില്ലായിരുന്നു, അയാളെ കല്യാണം കഴിക്കുന്നതും താല്പര്യമില്ലായിരുന്നു, അയാളെ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഈ രണ്ട് മക്കളെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. പറയരുത് മനുഷ്യ. പിന്നെ ഞാൻ എങ്ങനെ പറയട്ടെ? മോതിരോ ചെറുക്കനുണ്ട് മോതിരം എന്ത് ഇവിടെ ഇപ്പൊ അതാണ് പ്രശ്നം. ഇപ്പൊ ഇവന്റെ കല്യാണമാണ് പ്രശ്നം, മോതിരമല്ല പ്രശ്നം. മണ്ഡപത്തിൽ വെച്ച് ചെറുക്കന്റെ വിരലിൽ ഇടാനുള്ള മോതിരം എന്തിയേ? അത് കൊല്ലം തുളസി, മോതിരം തരാം. കൊല്ലം തുളസി അമ്മവാ. സംഭവം എന്ന് വെച്ചാല് ഞാൻ ഒരു നേർച്ചയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഷാപ്പിൽ പോയി. നീ ഷാപ്പിൽ മോതിരം കൊടുത്തോ? ഷാപ്പ് മോതിരം കൊടുത്തു. കെട്ടാനുള്ള മോതിരം കൊടുക്കാൻ. പിന്നെ എന്റെ രോമം പറിച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ തരുമോ? മോതിരം കൊടുത്തു, അവർ സാധനം തന്നു. എന്റെ കയ്യിലിരുന്ന് മോനെ പടം വെച്ച് കള്ളു കുടിച്ച് ഇയാളെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരേ ഒരു അളിയനല്ലേ, ചെറുക്കന്റെ വിരലിൽ മോതിരം ഇട്ട് കൊടുക്കേണ്ടതല്ലേ? അത് ഞാൻ കൊടുക്കണം അല്ലേ? ആ, കൊടുക്കണം. എടി നിന്നെ കല്യാണം കഴിക്കുന്ന സമയത്തും ഇവൻ അളിയനായിരുന്നോ? ആയിരുന്നു. ആ, അവൻ എന്റെ കയ്യിൽ ഒരു മോതിരം ഇട്ട് തന്നോ? മോതിരം ഇട്ട് തന്നോ? അത് നമ്മുടെ കല്യാണത്തിന് അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമല്ലേ? 10ാം ക്ലാസ്സിൽ പഠിച്ചാലും ചടങ്ങാണോ? ഇനി നിന്റെ അടുക്കള കാണാൻ വേണ്ടിട്ട് വന്നു, ആ. എല്ലാരും വന്നു. വന്നു. ചടങ്ങ് നടത്തിയോ? നടത്തി. ഇവൻ എന്തെങ്കിലും ചെയ്തോ? അന്ന് അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമല്ലേ? ആ, 10ാം ക്ലാസ്സിൽ പഠിക്കും. ആ. ഇനി നീ ഗർഭിണിയായപ്പോ വയറ് കാണാൻ നിന്റെ വീട്ടുകാരും പിന്നെ നിന്റെ കാമോനും വന്നു, ഒന്നല്ലേ? ആ. അന്നേരം ഇവന്റെ ചടങ്ങ് ഇവൻ ചെയ്തോ? അന്ന് അവൻ +2 പഠിക്കുമല്ലേ? പ്ലസ് ടൂന് പഠിച്ചാലും അളിയനാണ്, കടമകളാണ്. അവൻ ഇങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ മോതിരം ഇട്ടില്ലല്ലേ? അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഞാൻ ഒരു തലക്കറി മേടിച്ച് ഒരു ഷാപ്പിൽ കയറി കള്ളും കുടിച്ചു. ബാക്കി പൈസക്ക് ഞാൻ വൈകുന്നേരം ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ നിങ്ങൾ ഈ കല്യാണം കുളവാക്കാൻ വന്നാണോ? അതേടി നിന്റെ കല്യാണം കൊള്ളാക്കാൻ വന്ന സിന്ദരക്കില്ലാടി ഞാനിന്ന് കൊള്ളാക്കും. എടി ഈ വീട്ടില് നിങ്ങൾ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നിങ്ങൾ ഡ്രസ് എടുത്ത് കൊടുത്തോ? നിന്റെ വായിലെ നാക്കാനടി പണയം വെച്ചേക്കണം. കൊടുത്തോടി. ആ, കൊടുത്ത്. എനിക്കും തന്നോ? അത് നിങ്ങൾക്ക് ഓണത്തിന് പുതിയൊരെണ്ണം എടുത്തതല്ലായിരുന്നോ? ഇത് അപ്പുറത്തെ വീട്ടിലെ മുതലാളിയുടെ, ഇത് അപ്പുറത്തെ വീട്ടിലെ മുതലാളിയുടെ, ഇതും അപ്പുറത്തെ വീട്ടിലെ മുതലാളിയുടെ മോന്റെ. അപ്പൊ അതിട്ടാണ് ഞാൻ ഒരു അളിയനാരാന്ന് ചോദിക്കുമ്പോ കാണിച്ചു കൊടുക്കണ്ടേ? നിങ്ങളുടെയൊക്കെ മാനം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇട്ടുകൊണ്ട് ഒരു വരയൻ അണ്ടർവെയറെങ്കിലും മേടിച്ചു തന്നോടി. ഇത്ര നാള് കിട്ടും അതില്ലേ ഇപ്പൊ നിനക്ക്? അമ്മാവാ കൊക്കോടെ ഇല ഈർക്കിളി ഉണ്ടെങ്കിൽ എനിക്ക് വിഷയമല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. നീ ഒരു കാര്യം, നീ ഇക്കരെ തന്നെ നിന്നോ, ഞങ്ങൾ കെട്ടിട്ട് വരാം. അതെ അക്കരെ എത്തുന്നതിന് മുമ്പേ ഇക്കരെ വെച്ചൊരു ഫോട്ടോ എടുക്കണം. എല്ലാരും കൂടെ ഒന്ന് ചേർന്ന് നിന്നേ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ അതിനിടയ്ക്ക് വള്ളം മുങ്ങി ചാവോ? ഒരു നാക്ക് വളർത്തൊന്നും പറയല്ലേ അറിയാ. നല്ല കാര്യത്തിന് മുമ്പ് അതിനകത്ത് വർത്താനം നിന്ന്, പറഞ്ഞാ നിന്ന്, നിന്ന്. ഒരു ഫോട്ടോ എടുത്തിട്ട് 20 വയസ്സ് തുഴ പിടിക്കാൻ നോക്കിയത് കേട്ടോ. തുഴയാൻ പഠിച്ചിട്ടില്ല. വിഷയം ഉണ്ടാക്കരുത്. ആ, ഞാൻ അളിയനെ ഒരു ഫോട്ടോ ഫോട്ടോ എല്ലാരും നേരെ നിക്കൊന്ന്. എല്ലാരും ചേർന്നാ കുടിച്ച് മതോന്മത്തനായി നിൽക്കുന്നോട് നിൽക്കാൻ ചാടലും പിന്നെ ഒരിക്കലും ഉയർന്നു വരത്തില്ല. നീന്തറിയാൻ പോലും രക്ഷപ്പെട്ടിട്ടില്ല. അവൻ പോട്ടെ. ഒരു മിനിറ്റ്. എന്നാടാ? അവിടുത്തെ പപ്പ വിളിക്കണത്. അപ്പോ പെണ്ണിന്റെ അപ്പൻ പപ്പ. പെണ്ണിന്റെ ഹലോ അപ്പൻ. പപ്പ, ചീത്ത പറയായിരുന്നു. ഞങ്ങൾ ഇക്കരുത് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെ എത്താൻ പറ്റിയില്ല. ഇല്ല, ഇപ്പൊ ഒരു മുഹൂർത്തം കഴിഞ്ഞാ അയ്യോ, കെട്ട് നടന്നാ ഏ? അമ്മാവന്റെ മോനെ കൊണ്ട് കെട്ടിച്ച. അപ്പൊ ഞാനാ അപ്പോ കഴിഞ്ഞ അവിടെ എന്താന്ന്? കെട്ട് കഴിഞ്ഞാ? കെട്ട് കഴിഞ്ഞാ. ഞാൻ പറഞ്ഞില്ലേ പെണ്ണിന്റെ അച്ഛൻ കാണിച്ചക്കാരനാണ്. കൃത്യസമയത്ത് അമ്മാവന്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിച്ച്. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? എടാ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എന്റെ മകളെ കല്യാണം കഴിക്കാൻ. നീ കേട്ടാ? അത് ശരിയാവൂല അമ്മ. എന്താ ശരിയായാലും? ഒന്നാമത്തെ അവളുടെ ഒരു കല്യാണം കഴിച്ചതാണ്. അത് മാത്രമല്ല 2 പിള്ളേരുണ്ട്. അങ്ങനെ ഉള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കണേനുണ്ട്. അത് ശരിയാവൂല. ശരിയാവില്ല. നിനക്ക് എന്തൊക്കെ ലാഭമാണെന്ന് അറിയാം. എന്ത് ലാഭം? ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഈ ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ തുടങ്ങും അവള്. മാങ്ങ വേണം, മസാല ദോശ വേണം, അത് വേണം, ഇതൊരു പിന്നെ വലിയൊരു പെണ്ണ് നമ്മുടെ മുന്നിൽ കൊഞ്ചും കുഴയും പല കാര്യങ്ങളുണ്ട്. ഇനിയും നമുക്കൊരു കൊച്ചുണ്ടായെന്നിരിക്കട്ടെ, അതിന് അംഗനവാടിയിൽ വിടണ്ടേ, സ്കൂളിൽ വിടണ്ടേ, ഒരുപാട് പൈസയുടെ ചെലവ് നിനക്കുണ്ടാവും. ഇതാവുമ്പോ നിനക്ക് എന്താ കുഴപ്പം? എടാ മോനെ, അത് തന്നെയല്ലടാ, നിനക്കിപ്പം 48 വയസ്സായില്ലയോ? ഇനി നിന്റെ കല്യാണം നടക്കെങ്കിൽ 58 വയസ്സാവണം. അന്ന് നീ കെട്ടിട്ട് എന്ത് കാര്യോടാ? എടാ നിനക്ക് എല്ലാം കൊണ്ടത് ലാഭം. 2 പിള്ളേരല്ലേ ഇവക്ക് ഉള്ളത്. സാധാരണ ഒന്നെടുത്താൽ 1 ഫ്രീ. ഇപ്പൊ ഒന്നെടുത്താൽ 2 ഫ്രീ. ഞാനിവിടെ കെട്ടാല്ലേ? ഇനി അവളെ കെട്ടണം. ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. ആ, സന്തോഷായില്ലേ? ഇപ്പോഴായിരിക്കും ഒരു ആശ്വാസമായി.